ശ്രീ സായിരാം. എല്ലാ കൊച്ചുകുട്ടികളും കൊച്ചു കൊച്ചു കഥകൾ കേൾക്കാൻ തയ്യാറാണോ? ഇന്ന് ആരുടെ കഥയാണെന്നറിയാമോ പറയാൻ പോകുന്നത്? ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ. നമ്മളുടെ രാഷ്ട്രപിതാവ് ആരാണ്? മഹാത്മാഗാന്ധി, മഹാത്മജി എന്നൊക്കെയാണ് നമ്മൾ ഉത്തരം പറയുക അല്ലെ? ഉടൻ തന്നെ അദ്ദേഹത്തിന്റെ പേര് അതായിരുന്നോ? അദ്ദേഹത്തിന്റെ പേരെന്തായിരുന്നു? അത് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നായിരുന്നു. ഈ മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ പേര് പിന്നെ ആരും പറയാറില്ല. പിന്നെ എങ്ങനെയാ പറയാ? മഹാത്മജി, മഹാത്മാഗാന്ധി എന്ന് മാത്രം. അതെന്തുകൊണ്ടാണ് അങ്ങനെ ഒരു പേര് അദ്ദേഹത്തിന് സ്ഥിരമായിട്ട് ലഭിക്കുവാനുള്ള കാരണം? അതിന്റെ കഥയാണ് നമ്മൾ ഇന്നിവിടെ പറയാൻ പോകുന്നത്. മോഹൻദാസ് കരംചന്ദ് ഗാന്ധിയുടെ അച്ഛനമ്മമാര് പോർബന്ദർ എന്നൊരു സ്ഥലത്തായിരുന്നു. പോർബന്ദർ. അവിടെ കരംചന്ദ് ഉത്തംചന്ദ് ഗാന്ധി എന്നായിരുന്നു മോഹൻദാസിന്റെ അച്ഛന്റെ പേര്. അമ്മയുടെ പേര് പുത്തലിബായി. മോഹൻദാസിന്റെ അച്ഛൻ അവിടുത്തെ ദിവാനായിരുന്നു. അമ്മയാണെങ്കിലോ വളരെ ഭക്തിയും വിശ്വാസവും സത്യനിഷ്ഠയും നല്ല സൽസ്വഭാവമുള്ള വളരെ നല്ലൊരു കുലീനയായ ഒരു സ്ത്രീയായിരുന്നു അമ്മ. അങ്ങനെ ഇരിക്കെ മോഹൻദാസിന് കുട്ടിക്കാലത്ത് വളരെ ഒരു 7 വയസ്സൊക്കെ ഉള്ളപ്പോ പുത്തലിബായി ഒരുപാട് വ്രതങ്ങൾ നോക്കും. നിങ്ങളുടെ വീട്ടിലെ അമ്മമാരൊക്കെ വ്രതങ്ങൾ നോക്കാറില്ലേ? തിങ്കളാഴ്ച വ്രതം, ഏകാദശി വ്രതം അല്ലേ? അങ്ങനെയൊക്കെ നോക്കാറുണ്ടല്ലോ. അതുപോലെ പുത്തലിബായി കോകില വ്രതം എന്നൊരു വ്രതം നോക്കുമായിരുന്നു. എന്താണ് കോകിൽ? കുയിലിന്റെ വേറൊരു പേരാണ് കോകിലം. അപ്പൊ ആ വ്രതത്തിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാല്, അമ്മ രാവിലെ വീട്ടിലെ ജോലികളൊക്കെ ചെയ്യും, എല്ലാവർക്കും ഭക്ഷണം തയ്യാറാക്കും, എല്ലാവർക്കും ഭക്ഷണം കൊടുക്കും, എല്ലാം ചെയ്യും. പക്ഷെ അമ്മ മാത്രം ഒരു ഭക്ഷണവും കഴിക്കില്ല, വെള്ളം പോലും കുടിക്കില്ല. രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പൂജമുറിക്കകത്ത് കയറി പൂജയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ വെള്ളമൊന്നും കഴിക്കാതെയാണ് എല്ലാ ജോലികളും ചെയ്യുക. എല്ലാവർക്കും എല്ലാ സേവനങ്ങളും ചെയ്യുക. അപ്പൊ ഈ കൊച്ചുകുട്ടിയായ മോഹൻദാസ് ഇതിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പൊ വിചാരിച്ചു, അദ്ദേഹത്തിന് കൊച്ചു കുഞ്ഞല്ലേ, അത് സങ്കടം വരും. എന്താണ് എൻ്റെ അമ്മ മാത്രം ഭക്ഷണം കഴിക്കാത്തത്? അമ്മയ്ക്ക് ദാഹിക്കില്ലേ, വിശക്കില്ലേ എന്നൊക്കെ ഈ കുട്ടിക്ക് മനസ്സിൽ ഇങ്ങനെ തോന്നും. അമ്മയോട് ഭയങ്കര സ്നേഹമാണേ. അപ്പൊ എന്ത് പറ്റി? എപ്പോഴാണ് അമ്മ ഭക്ഷണം കഴിക്കുക? ഒരു കുയില് വന്ന് കൂ കൂ എന്ന് കൂന്ന കേട്ടിട്ടില്ലേ? നമ്മൾ കുയിലിന്റെ കൂടെ കൂവാറില്ലേ? കുയില് കൂവുമ്പം. അങ്ങനെ കൂവുമ്പോഴാണ്, ആ ശബ്ദം കേട്ടാൽ മാത്രമേ അമ്മ ഭക്ഷണം കഴിക്കുള്ളൂ. അതാണ് കോകില വ്രതം എന്ന് പറയുന്നത്. അപ്പൊ ഒരു ദിവസം മോഹൻദാസ് വിചാരിച്ചു, എന്റെ അമ്മ ഇത്ര നേരം വിശന്നിരിക്കേണ്ട ഒരു കാര്യമില്ല, ഞാനൊരു കാര്യം ചെയ്യാം. ഒരു 3-3:30 മണിയായപ്പോ കൂ കൂ എന്ന് പറഞ്ഞിട്ട് കുയിലിനെ പോലെ കൂവി. അപ്പൊ അമ്മ നോക്കിയപ്പോ കുയില് കൂവുന്നല്ലോ, ഇന്ന് നേരത്തെ ആണല്ലോ, എന്തായാലും വ്രതം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞ് പൂജമുറിക്കകത്ത് കയറി വിളക്ക് കത്തിച്ച് തീർത്ഥം കുടിച്ചു. തീർത്ഥം കുടിക്കുന്നതിന് പാരണ വീടുക എന്നാണ് പറയുക. ആ തീർത്ഥമൊക്കെ കുടിച്ചിട്ട് പിന്നെ ഭഗവാന് നീതിച്ച പ്രസാദമൊക്കെ ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷമായിട്ട് അങ്ങനെ ഇരുന്നു. ഒരു 5:30 മണിയായപ്പോ വീണ്ടും കുയില് കൂവുന്നു. അപ്പൊ അമ്മയ്ക്ക് തോന്നി, ഇതെന്താണ് വീണ്ടും കുയില് കൂവുന്നല്ലോ, അതെന്താണ്? അപ്പൊ അമ്മയ്ക്ക് തോന്നി, എന്തോ ഒരു കള്ളത്തരം ഇവിടെ നടന്നിട്ടുണ്ടല്ലോ എന്ന് വിചാരിച്ചു അമ്മയ്ക്ക് മക്കളെയൊക്കെ നന്നായിട്ട് അറിയാം. വേഗം കുയില് കൂവുന്ന ശബ്ദം കേട്ട് മോഹൻദാസ് ഇങ്ങനെ നിന്ന് പതുക്കെ ചിരിക്കുന്നത് കണ്ടു. കുസൃതച്ചിരി. അത് കണ്ടപ്പോ അമ്മയ്ക്ക് മനസ്സിലായി, ഇവൻ എന്തോ ഒപ്പിച്ചിട്ടുണ്ട്, അതാണ് ഈ ചിരി. അമ്മ പറഞ്ഞു, മോഹന ഇവിടെ വാ, നീ എന്താണെന്ന് ചെയ്തത്? സത്യം പറയണം, സത്യം മാത്രമേ പറയാവൂ എന്ന് അമ്മ പറഞ്ഞിട്ടില്ലേ? എന്താണ് ഉണ്ടായത്? പറഞ്ഞു, അമ്മ വിശന്നും ദാഹിച്ചും ജോലികളൊക്കെ ചെയ്ത് നടക്കുകയല്ലേ, അത് കണ്ടപ്പോ എനിക്ക് ഭയങ്കര സങ്കടം വന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു, ഒരു കുയില് കൂവിയ അമ്മ ഭക്ഷണം കഴിക്കുമല്ലോ, എന്നാ ഒരു കുയിലിനെ പോലെ കൂവാം എന്ന് വിചാരിച്ചിട്ട് ഞാനാണ് കുയിലായിട്ട് കൂവിയത് എന്ന് പറഞ്ഞു. അപ്പൊ സാധാരണ അമ്മമാരെന്താ ചെയ്യാ? മക്കളെ, നിനക്ക് എന്നോട് ഇത്ര ഇഷ്ടമാണോ എന്നൊക്കെ പറഞ്ഞ് കെട്ടിപ്പിടിച്ച് അനുമോദിക്കും അല്ലേ? മോൻ നല്ല കാര്യം ചെയ്തല്ലോ, അമ്മയോട് ഇത്ര ഇഷ്ടമാണോ മക്കളെ എന്നൊക്കെ ചോദിക്കും അല്ലേ? പക്ഷേ പുത്തലിബായി അങ്ങനെ ചോദിച്ചില്ല. പുത്തലിബായി പറഞ്ഞു, അയ്യോ, സങ്കടപ്പെട്ട് കരയാൻ തുടങ്ങി. അയ്യോ ഭഗവാനെ, എനിക്ക് ഇങ്ങനെ ഒരു മകനെയാണല്ലോ നീ തന്നത്, ഇങ്ങനെ കള്ളം പറയുന്ന ഒരു മകനെ നീ എന്തിനാണ് എനിക്ക് തന്നത് സ്വാമി? ഇതിനാണോ ഞാൻ വ്രതമൊക്കെ എടുക്കുന്നത്? നീ കരയാൻ തുടങ്ങി. അയ്യോ, മോഹൻദാസ് ഇത് കണ്ടപ്പോ ഞെട്ടിപ്പോയി. അയ്യോ, എന്റെ അമ്മ കരയോ? ഞാൻ അമ്മയ്ക്ക് വേണ്ടി ഒരു കാര്യം ചെയ്തെന്നല്ലേ വിചാരിച്ചത്, എന്നിട്ട് അമ്മ എന്തിനാ കരയുന്നത്? ഞാൻ ചെയ്തത് ശരിയായില്ലേ എന്ന് ചോദിച്ചു. പറഞ്ഞു, ഇല്ല മോനെ, ആർക്ക് വേണ്ടിയിട്ടും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടും കള്ളം പറഞ്ഞ് നമ്മൾ ഒന്നും നേടിയെടുക്കാൻ പാടില്ല, അത് വളരെ പാപമാണ്. സത്യമാണ് ഈശ്വരൻ.
അപ്പൊ നമ്മൾ കള്ളം പറയുമ്പം നമ്മൾ ഈശ്വരനെ ധിക്കരിക്കുകയല്ലേ ചെയ്യുന്നത്. എന്റെ മോൻ ഒരിക്കലും കള്ളം പറഞ്ഞേക്കല്ലേ. അപ്പൊ അമ്മ ഇന്ന് മുതൽ ഞാൻ ഒരു കള്ളവും പറയില്ല, ഒരിക്കലും. ജീവിതത്തിന്റെ അവസാനം വരെ ഞാൻ അമ്മയ്ക്ക് വാക്ക് തരികയാണ്. 7 വയസ്സായ കുട്ടിയാണ് പറയുന്നത് കേട്ടോ. ഞാൻ അമ്മയ്ക്ക് വാക്ക് തരികയാണ്, ഞാൻ എന്റെ ജീവിതത്തിൽ കള്ളം പറയുകയില്ല. അങ്ങനെ കള്ളമേ പറയില്ലേ കുട്ടി. എന്ത് ചോദിച്ചാലും സത്യം പറയും. സ്കൂളിലാണെങ്കിലും ഒരു ദിവസം സ്കൂളിൽ ഇൻസ്പെക്ടർ വരികയാണ്. നമുക്ക് സ്കൂളിൽ ഇൻസ്പെക്ടർ ചെക്കിങ്ങിന് വരുമല്ലോ. അപ്പം ക്ലാസ്സിലെ ടീച്ചർ 32 പാഠങ്ങളാണ് എടുക്കേണ്ടിയിരുന്നത്. പക്ഷെ 30 പാഠമേ എടുത്തിട്ടുള്ളൂ. അപ്പൊ ടീച്ചർ ഇൻസ്പെക്ടർ പറഞ്ഞ വിവരം അറിഞ്ഞപ്പോ രാവിലെ തന്നെ എല്ലാ കുട്ടികളോടും പറഞ്ഞു, കുട്ടികളെ നമുക്കൊരു കാര്യം ചെയ്യാം, ഞാനിന്ന് നിങ്ങളെ 32ാമത്തെ പാഠം വായിച്ച് കേൾപ്പിച്ചിട്ട് അതിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങളൊക്കെ ഉണ്ടാക്കി ഉത്തരങ്ങളൊക്കെ പറഞ്ഞു തരാം. അപ്പം ഇൻസ്പെക്ടർ വന്ന് ചോദിക്കുമ്പോ നിങ്ങൾ അതിലെ ഉത്തരങ്ങളൊക്കെ പറയണം കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷെ മോഹൻദാസ് പറഞ്ഞു, ഞാൻ പറയില്ല, അത് കള്ളമല്ലേ, അത് കള്ളത്തരമല്ലേ, ഞാൻ അങ്ങനെ കള്ളം പറയില്ല എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ ടീച്ചറിനൊന്നും ചെയ്യാൻ നിവർത്തിയില്ലാതെയായി. മനസ്സിലായില്ലേ? ആ മോഹൻദാസ് അങ്ങനെ സ്കൂളിലും വീട്ടിലും കളിസ്ഥലത്തും ഒരു കള്ളവും പറയാതെ വളർന്ന് വലുതായി. ഒരു 12 വയസ്സൊക്കെ ആയി. 12 വയസ്സൊക്കെ ആയപ്പം നമ്മുടെ ഇന്നത്തെ പോലത്തെ അച്ഛനമ്മമാരൊന്നുമില്ല അന്നത്തെ കാലത്ത്. ഇന്നത്തെ അച്ഛനമ്മമാരോട് നിങ്ങൾക്ക് എല്ലാം ചോദിക്കാം, എന്താവശ്യം ഉണ്ടെങ്കിലും ചോദിക്കാം, പേടിയൊന്നും ഇല്ലാതെ ഇല്ലേ. അച്ഛനോട് പോയിട്ട് കളിക്കൂട്ടുകാരനെ പോലെ ആക്കിയിട്ടുണ്ട് അച്ഛനെ, ഇല്ലേ. പക്ഷെ ആ കാലത്തൊന്നും അങ്ങനെയൊന്നും അല്ല. അച്ഛൻ എന്നൊക്കെ പറഞ്ഞാൽ വളരെ വളരെ ഒരു ബഹുമാനവും സ്നേഹവും വളരെ ആദരവും എല്ലാം കൊടുത്തിട്ട് നമ്മൾ പെട്ടെന്നൊന്നും ആവശ്യപ്പെടുകയൊന്നുമില്ല. അച്ഛൻ്റെ അടുത്ത് നല്ല ഭയഭക്തി ബഹുമാനമാണ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മോഹൻദാസും ഒക്കെ അങ്ങനെ തന്നെയായിരുന്നു. ഒരു 12 വയസ്സായപ്പോഴത്തേക്കും കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ടാവുമല്ലോ സ്കൂളില്. അങ്ങനെ കൂട്ടുകാരൊക്കെ ഉണ്ടായി. അവരെല്ലാവരും ചേർന്ന് ഒരുമിച്ച് ഒരു സംഘം, ഒരു 6-7 പേര് ഒരുമിച്ച് എല്ലാ കാര്യങ്ങളും ഒരുമിച്ച് ചെയ്യും. അപ്പൊ അവര് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, നമുക്ക് ഓരോരുത്തർക്കായിട്ട് ഓരോ ദിവസം ഒരു ട്രീറ്റ് നിങ്ങളും ചെയ്യാറില്ലേ, പിക്നിക് പോലെ ചെയ്യുമ്പോൾ ഓരോരുത്തരെ അവനവൻ കൊണ്ടുവരണം. ഇന്നത്തെ ദിവസം ഞാനാണ് ചെയ്യുന്നതെങ്കിൽ നാളത്തെ ദിവസം മോഹൻ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. 4ാമത്തെ ദിവസമായപ്പോ മോഹനോട് പറഞ്ഞു, നാളെ മോഹനാണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞു. മോഹനം ചെയ്യണം എന്ന് പറഞ്ഞു. മോഹനം ചെയ്യണം എന്ന് പറഞ്ഞപ്പോഴത്തേക്കും മോഹൻ എവിടെയാ, പൈസയൊന്നും ഇല്ല, പോക്കറ്റ് മണിയൊന്നും കൊടുക്കില്ലല്ലോ ആ കാലത്ത്. ആവശ്യമുള്ളതൊക്കെ മക്കൾക്ക് ചെയ്തു കൊടുക്കും, അല്ലാതെ പൈസയൊന്നും കൈ കൊടുക്കുകയൊന്നുമില്ല. ആ കാലത്ത് അങ്ങനെ പൈസ ഒന്നും അത്ര സുഭിക്ഷമായിട്ടൊന്നും കിട്ടിയിരുന്നില്ല. അപ്പം എങ്ങനെയാ ചെയ്യാ, ഞാൻ ചോദിക്കാൻ പേടിയാണ്. എങ്ങനെയാ അച്ഛനോട് പോയി ചോദിക്കുക, അതും പേടിയാണ്. അപ്പൊ നീ എന്താ ചെയ്യാ എന്ന് പറഞ്ഞോണ്ട് മോഹൻ ഇങ്ങനെ നോക്കിയപ്പോ അച്ഛൻ കോട്ടുണ്ടല്ലോ, കോട്ട് അത് ഊരി ഇങ്ങനെ ഇട്ടിരിക്കുന്നു. കോട്ടിന്റെ പോക്കറ്റിലാണ് അച്ഛൻ പൈസ വയ്ക്കുക. അത് മോഹന് അറിയാം. അപ്പൊ മോഹൻ എന്ത് ചെയ്തു, വേഗം തന്നെ ഒരു 10 രൂപ, അന്നത്തെ 10 രൂപ എന്ന് പറഞ്ഞാൽ 100 രൂപയ്ക്ക് ഒരുപാട് വിലയാണ്. നമ്മുടെ ഇന്നത്തെ 10 രൂപ പോലെയല്ല, ഒരുപാട് വാല്യൂ ആണ് അന്ന് 10 രൂപയ്ക്ക്. വലിയൊരു എമൗണ്ട് ആണ് 10 രൂപ. 10 രൂപ മിണ്ടാതെ എടുത്തിട്ട് സ്കൂളിൽ പോയി ആ കുട്ടികൾ പറഞ്ഞ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ക്ഷേമമായിട്ട് പിക്നിക് എല്ലാം കൂടി സന്തോഷമായിട്ട് വന്നു. പക്ഷെ വരണ വഴിയാണ് ആലോചിച്ചത്, അയ്യോ എന്റെ അമ്മ കള്ളം പറയരുതെന്ന് പറഞ്ഞു, ഞാനിപ്പോ വലിയ കളവല്ലേ ചെയ്തത്. എന്റെ അച്ഛൻ അറിയാതെ എന്റെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് ഞാൻ പണം കട്ടെടുത്തു. ചോദിക്കാതെ നമ്മൾ എന്തെടുക്കുന്നതും കട്ടെടുക്കുകയാണ് അല്ലേ. ഒരാളോട് ചോദിക്കാതെ അയാളുടെ സാധനം എടുക്കാന്ന് വെച്ചാൽ എന്താ അർത്ഥം, കട്ടെടുത്തു. അപ്പൊ ഞാൻ കട്ടെടുത്തു, ഈശ്വര ഞാൻ എന്ത് മഹാപാപമാണ് ചെയ്തത്. അച്ഛനോട് എങ്ങനെയാ പറയുക, പേടിയാ. അച്ഛന്റെ മുമ്പിൽ നോക്കിയിട്ട് എങ്ങനെയാ അച്ഛൻ ഞാൻ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് പൈസ എടുത്തു എന്നൊന്നും പറയാനുള്ള ധൈര്യമൊന്നും ഇല്ല അന്നത്തെ കാലത്തെ കുട്ടികൾക്ക്. അപ്പൊ മോഹൻ എന്ത് ചെയ്തു, ഞാനൊരു കാര്യം ചെയ്യാം, അച്ഛനോട് പറയാതിരിക്കാനും പറ്റില്ല, അതുകൊണ്ട് എന്ത് ചെയ്തു, ഒരു എഴുത്തെഴുതും. പ്രിയപ്പെട്ട അച്ഛന്, ഞാൻ ഇന്ന് വലിയൊരു തെറ്റ് ചെയ്തു, അറിവില്ലായ്മ കൊണ്ട് ചെയ്തതാണ്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം. ഞാൻ അച്ഛനോട് പറയാതെ ചോദിക്കാതെ അച്ഛന്റെ പോക്കറ്റിൽ നിന്ന് 10 രൂപ എടുക്കുകയും എന്റെ കൂട്ടുകാരോട് കൂടി ചേർന്ന് കഴിക്കാൻ പാടില്ലാത്ത മത്സ്യമാംസാദികൾ കഴിക്കുകയും ചെയ്തു. കാരണം മോഹന്റെ വീട്ടിൽ മത്സ്യമാംസം ഒന്നും കഴിക്കില്ല, ഒരു വെജിറ്റേറിയൻസ് ആണ്. അപ്പൊ അങ്ങനെ കഴിക്കുകയും ചെയ്തു. അങ്ങനെ 2 വലിയ തെറ്റുകളാണ് ഞാൻ ചെയ്തത്, അച്ഛൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് ഒരു എഴുത്തെഴുതി. അച്ഛൻ ഉച്ചയ്ക്ക് റെസ്റ്റ് കിടക്കുമല്ലോ, കുറച്ച് കിടക്കാൻ വരും. അങ്ങനെ കിടക്കുന്ന സമയത്ത് കാണട്ടെ എന്ന് വെച്ചിട്ട് തലയാണയുടെ അടിയില് ആ കടലാസ് കുറച്ചു മാത്രം പുറത്ത് കാണുന്ന മാതിരി വെച്ചു. അപ്പൊ കുറച്ച് അച്ഛൻ വന്ന് നോക്കുമ്പോ ഒരു കടലാസിന്റെ കഷ്ണം കാണും. അപ്പൊ എന്താണെന്ന് വെച്ചെടുത്ത് നോക്കില്ലേ. എന്നിട്ട് അച്ഛൻ വരണ കണ്ടപ്പോഴത്തേക്കും മോഹൻദാസ് എന്ത് ചെയ്തു എന്നറിയാമോ, പെട്ടെന്ന് അടുത്ത മുറിയില് ഒളിച്ചു നിന്നിട്ട് പിന്നെ കതകിന്റെ വിടവിൽ കൂടെ നോക്കും, അച്ഛൻ എന്താണ് ചെയ്യാൻ പോണത്, എന്നെ വിളിക്കും, ഇപ്പൊ അടി തരും, ശിക്ഷിക്കും എന്നൊക്കെ പറഞ്ഞ് അതിനൊക്കെ തയ്യാറായിക്കൊണ്ട്, അച്ഛൻ അടിച്ചാലും ഞാൻ കൊള്ളും, ഞാൻ തെറ്റ് ചെയ്തിട്ടല്ലേ എന്ന് പറഞ്ഞ് തയ്യാറായിക്കൊണ്ട് അടുത്ത മുറിയില് പിന്നെ കതകിന്റെ വിടവിൽ കൂടെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കും കേട്ടോ. അപ്പൊ അച്ഛൻ വന്ന് നോക്കിയപ്പോ തലയണയുടെ അടിയിൽ ഒരു കടലാസ് കഷ്ണം കണ്ടു. വേഗം അതെടുത്തു വായിച്ചു.
വായിച്ചിട്ട് അച്ഛൻ ഇപ്പം വിളിക്കുന്ന പറഞ്ഞ് മോഹൻ കാത്തു നിൽക്കുകയാണ്. അച്ഛൻ വിളിച്ചോ? ഇല്ല, വിളിച്ചില്ല. അച്ഛൻ എന്ത് ചെയ്തു? അച്ഛൻ അവിടെ കട്ടിലിരുന്നു. കട്ടിലിരുന്നിട്ട് കരയാൻ തുടങ്ങി. അച്ഛൻ ദൈവാനാണ്, അങ്ങനെയുള്ള ഒരാൾ ഇരുന്നിട്ട് കരയുക. അത് കണ്ടപ്പോഴത്തേക്കും മോഹൻദാസിന്റെ പിന്നെ ഹൃദയം പൊട്ടിപ്പോയി. അയ്യോ, എന്റെ അച്ഛനെ ഞാൻ കരയിച്ചല്ലോ, ഈശ്വര, എന്തൊരു മഹാപാപമാണ് ഞാൻ ചെന്ന് ഓടിച്ചെന്ന് അച്ഛന്റെ കാലിൽ കെട്ടിപ്പിടിച്ച് കരച്ചിലോടെ കരച്ചില്. അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, അച്ഛാ എന്നോട് ക്ഷമിക്കണം, നീ എന്റെ ജീവിതത്തിൽ ഞാൻ ഒരിക്കലും ഒരിക്കലും ഒരാളുടെ വസ്തു ആഗ്രഹിക്കുകയോ മോഹിക്കുകയോ ചെയ്യില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, ശരി മോനെ, മോൻ അങ്ങനെ നീ ചെയ്യാൻ പാടില്ല. എനിക്ക് സന്തോഷമായി നീ എന്നോട് ഇങ്ങനെ പറഞ്ഞത്. ആ വാക്ക് എന്നും പാലിക്കണം കേട്ടോ. അച്ഛന് തന്ന വാക്ക് എന്നും പാലിക്കണം. ജീവിതത്തിൽ ഒരിക്കലും മറ്റൊരാളുടെ വസ്തു ആഗ്രഹിക്കുകയോ മറ്റുള്ളവരോട് കൂട്ടുചേർന്നുകൊണ്ട് തെറ്റായ കാര്യങ്ങൾ ചെയ്യുകയോ ചെയ്യാൻ പാടില്ല. നമ്മൾ സത്യസായി ബാബ എപ്പോഴും പറയും, അവോയ്ഡ് ബാഡ് കമ്പനി, ABC ഓഫ് ലൈഫ്. അതായത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ പാലിക്കേണ്ട ഒരു കാര്യം, ചീത്ത കൂട്ടുകെട്ട് ഉപേക്ഷിക്കണം. ചീത്ത കൂട്ടുകെട്ടുണ്ടെങ്കിൽ എന്ത് പറ്റും? നമ്മളും ചീത്തയായി പോവും. ചീത്ത കൂട്ടുകെട്ട് നമ്മൾ എപ്പോഴും മാറ്റി, ഒരിക്കലും നമ്മൾ അതിൽ പെടാൻ പാടില്ല എന്നൊരു പാഠം കൂടിയാണ് മോഹൻദാസ് അന്ന് പഠിച്ചത്. അതിനുശേഷം അദ്ദേഹത്തിന്റെ ജീവിതത്തിലുടനീളം വളരെ വളരെ ശ്രേഷ്ഠമായ കാര്യങ്ങളാണ് അദ്ദേഹം ചെയ്തത്. രാജ്യത്തിന് വേണ്ടി പടപൊരുതി സത്യാഗ്രഹം, അതായത് യാതൊരു കള്ളം പറയാതെയും യാതൊരു കള്ളവും ചെയ്യാതെയും ആരെയും ദ്രോഹിക്കാതെയും സത്യവും അഹിംസയും ഒരു വലിയ ആയുധങ്ങളാക്കി എടുത്തുകൊണ്ടിട്ടാണ് മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്ന ആ മഹാപുരുഷൻ നമ്മളുടെ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നത് അത്രയധികം ത്യാഗങ്ങൾ സഹിച്ചുകൊണ്ട്, ഒരിക്കലും ഒരു കള്ളം പറയാതെ, ഒരിക്കലും ഒരു കള്ളം ചെയ്യാതെ, അച്ഛനും അമ്മയ്ക്കും കൊടുത്ത വാഗ്ദാനം പാലിച്ചുകൊണ്ട്, വളരെ കഷ്ടപ്പാടുകൾ, ഒരുപാട് ദുരിതങ്ങൾ അനുഭവിച്ചിട്ടും ഈ സത്യനിഷ്ഠ കൈവിടാതെ അദ്ദേഹം നമുക്ക് സ്വാതന്ത്ര്യം നേടിത്തന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ കണ്ടപ്പോ എല്ലാവരും അദ്ദേഹത്തിനെ മഹാത്മാ മഹാത്മാ എന്ന് വിളിക്കാൻ തുടങ്ങി. കാരണം മഹാപുരുഷന്റെ ജോലിയാണ് അദ്ദേഹം ചെയ്തത്. അതുകൊണ്ട് അദ്ദേഹത്തിനെ എല്ലാവരും മഹാത്മജി, മഹാത്മാഗാന്ധി എന്ന് വിളിക്കാൻ തുടങ്ങി. അങ്ങനെ അദ്ദേഹത്തിന്റെ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി എന്നുള്ള പേര് പോലും ആൾക്കാർ ഉപയോഗിക്കാണ്ടായി. എല്ലാവരും മഹാത്മാഗാന്ധി എന്നുള്ള പേര് മാത്രം ഉപയോഗിച്ചു തുടങ്ങി. അങ്ങനെയാണ് സത്യനിഷ്ഠയിലൂടെ, സത്യം മാത്രം പറഞ്ഞുകൊണ്ടും പ്രവർത്തിച്ചുകൊണ്ടും സാധാരണക്കാരനായ ഒരു കുട്ടി, മോഹൻദാസ് എന്നുള്ള ഒരു കുട്ടി മഹാത്മാഗാന്ധിയായിട്ട്, ഒരു രാഷ്ട്രത്തിന്റെ പിതാവായിട്ട് മാറിയത്. കുട്ടികൾക്കൊക്കെ കഥ ഇഷ്ടപ്പെട്ടോ? നമ്മുടെ മഹാത്മാക്കളെ പറ്റി നമ്മൾ നന്നായിട്ട് അറിയണം. അവര് നമുക്ക് തന്നിരിക്കുന്ന പാഠങ്ങളൊക്കെ നമ്മൾ പഠിക്കണം. നമ്മുടെ ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കാൻ നമ്മൾ നോക്കണം, പരിശീലിക്കണം. അതാണ് ഈ കഥയിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഈ കഥയുടെ പേര് നമുക്ക് എന്ത് കൊടുക്കാം? സത്യം വദ. ജയ് സായിരാം.